ഹലോ ഗായ്സ്, ഇത് നമ്മളെ പുതിയൊരു ചാനൽ തുടങ്ങിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോളജ് സിറ്റിയാണ്. കോഴിക്കോട് ജില്ലയിൽ അടിവാരം ഭാഗത്താണ് നോളജ് സിറ്റി ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിൽ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കയറി കാണണം. നോളജ് സിറ്റിയിലേക്ക് നമ്മളെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇതിപ്പോൾ നോളജ് സിറ്റിയിലേക്ക് പോകുന്ന ഹൈവേ റോഡിലാണ്. ഈങ്ങാപ്പുഴ അടിവാരം റോഡാണ് ഇത് നമ്മൾ ഒടുങ്ങാക്കാട് മക്കാമാണ് കേട്ടോ. ഇവിടെ എല്ലാവരും സിയാറത്ത് ചെയ്യാൻ വരലുണ്ട്. ആദ്യകാലം മുതലേ ഉള്ളൊരു മക്കാമാണിത്. ഇത് കൈതപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ നോളജ് സിറ്റിയിലേക്ക് കയറുന്ന കൈതപ്പൊയിൽ എന്ന് പറഞ്ഞ അങ്ങാടിയുണ്ട്. ഇപ്പോൾ നോളജ് സിറ്റിയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നോളജ് സിറ്റി വന്ന് കാണണം. ഇതിപ്പോൾ നോളജ് സിറ്റിയിലുള്ള വലിയ പള്ളിയാണ് കേട്ടോ. വലിയ ജുമാ പള്ളിയാണ്. നല്ല പച്ച വിരിച്ച നല്ല മൈതാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ പള്ളി കാണാൻ വരലുണ്ട് കേട്ടോ. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. എല്ലാവരും വന്ന് കാണണം. ഇത് കാണുന്നത് വയനാട് ചുരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. വയനാട് ചുരത്തിൻ്റെ 9ാം വളവിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നോളജ് സിറ്റി നല്ലോണം കാണാൻ സാധിക്കും കേട്ടോ. നല്ല വ്യൂ ആണ്. 9ാം വളവ് വയനാട് ചുരത്തിലെ 9ാം വളവിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നോളജ് സിറ്റി നല്ല പ്രകൃതി രമണീയമായ നോളജ് സിറ്റി കാണാൻ സാധിക്കും. പിന്നെ ഒരുപാട് പനകളും ചെടികളൊക്കെ നിറഞ്ഞാണ് കേട്ടോ നോളജ് സിറ്റി. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് ഓപ്പൺ ആക്കിയതുകൊണ്ടാണ് സന്ദർശകർ കുറഞ്ഞത്. പള്ളിയിലെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഒരുപാട് ബിൽഡിംഗ് ഇനിയും പണി തീരാനുണ്ട്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അത്തർ, സ്പ്രേകൾ, അങ്ങനത്തെ ഒരുപാട് ഊതിൻ്റെ അത്തറുകളൊക്കെ നല്ല അത്തറുകളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ കോഫി ഷോപ്പുകളുണ്ട്, ഫാൻസി കടകളുണ്ട്. അപ്പോൾ നമ്മൾ കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കെല്ലാം കാണാൻ സാധിക്കും. പിന്നെ യാത്രക്കാരായ ആളുകൾക്ക്, ഇവിടെ സന്ദർശകരായ ആളുകൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ കൊണ്ടുപോയി സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വണ്ടിയാണിത്. ഇതിൽ ഒരാൾക്ക് 50 രൂപ ചാർജേ ഉള്ളൂ. ഈ നോളജ് സിറ്റീൻ്റെ ഉൾഭാഷം മുഴുവൻ ഈ വാഹനത്തിൽ അവർ കൊണ്ടുപോയി കാണിച്ചു തരും. ആറ് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും ആ വണ്ടിയിൽ. പള്ളിയുടെ മുൻഭാഗമാണ് കേട്ടോ ഇത്. അതിലേക്ക് പ്രവേശിക്കുന്ന കവാടം. സ്ത്രീകൾക്ക് ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെയും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 3 മണി വരെയും ഈ പള്ളിയുടെ ഉൾവശം സന്ദർശിക്കാനുള്ള സമയമുണ്ട് കേട്ടോ. മക്ക ഗേറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ നോളജ് സിറ്റിയിലേക്ക് സന്ദർശകർക്ക് പ്രത്യേക ഫീസും. അപ്പോൾ ഇന്നത്തെ ഭാഗം ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം അടുത്ത പാർട്ടിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.